സ്വാഗതം ടോപ് 10ലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ചുരുളുകൾ കോടതിക്ക് മുന്നിൽ അഴിയുമ്പോൾ പ്രതിസ്ഥാനത്ത് പ്രധാന കണ്ണിയാകുകയാണ് ദേവസ്വം ബോർഡ്. ദ്വാരപാലക ശില്പത്തിലെയും വാതിലിലെയും കട്ടിളപ്പടിയിലെയും എന്നല്ല, ശബരിമലയിൽ സർവത്ര കൊള്ളയോ എന്ന സംശയം ബലപ്പെടുകയാണ് കോടതിയുടെ ചോദ്യങ്ങളിലൂടെ. എന്തൊക്കെ പോയി? വിശ്വാസവും അയ്യന്റെ സ്വത്തും വിറ്റ് ആരൊക്കെ കുടുങ്ങുമെന്നാണ് ഇനി അറിയാനുള്ളത്. കോടതി ഇല്ലാതിരുന്നെങ്കിൽ അയ്യപ്പന്റെ യഥാർത്ഥ വിഗ്രഹമെങ്കിലും ഉണ്ടാകുമായിരുന്നോ എന്ന് ചോദിച്ചു പോകുകയാണ് ഓരോ ഭക്തനും. വിശദമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. ഇനി കോടതിയിൽ SIR-ൽ നിയമ പോരാട്ടത്തിന് കേരളം. സുപ്രീം കോടതിയെ സമീപിക്കും. തീരുമാനം സർവകക്ഷി യോഗത്തിൽ. കക്ഷി ചേരുമെന്ന് UDF, എതിർത്ത് BJP. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ ആശയക്കുഴപ്പം പരിഹരിക്കാൻ കളക്ടർമാരുടെ യോഗം വിളിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളവരെ SIR ജോലികളിൽ നിന്ന് ഒഴിവാക്കും. കക്കാൻ ബാക്കിയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഹൈക്കോടതി. പാളി കൊണ്ടുപോയത് മിനിറ്റ്സിലില്ല. സ്വർണ്ണവാതിൽ പാളിയും കടത്തിയോ എന്ന ചോദ്യം. കട്ടെടുത്ത സ്വർണം മുഴുവൻ തിരിച്ചുപിടിക്കണമെന്ന് SITക്ക് നിർദ്ദേശം. കട്ടിളപ്പാളി കേസിലെ 3ാം പ്രതിയായ N വാസുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് VD സതീശൻ. ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടരുതെന്ന് കോൺഗ്രസും BJP. ബീഹാറിൽ അംഗം. ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. വിധി എഴുതുന്നത് 121 മണ്ഡലങ്ങൾ. ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഗുരുതര ക്രമക്കേടുകൾ ആരോപിച്ചു രാഹുൽ ഗാന്ധി. കോൺഗ്രസിന്റെ പരാജയത്തിന് പിന്നിൽ വൻ ഗൂഢാലോചന. 25 ലക്ഷം കള്ളവോട്ടുകൾ നടന്നു എന്ന് രാഹുൽ. പരാതി ലഭിച്ചിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭരണഘടനാ സംവിധാനങ്ങളുടെ വിശ്വാസ്യത തകർക്കാനുള്ള കോൺഗ്രസ് ശ്രമമെന്ന് BJP. വൈകി എങ്കിലും നെല്ല് സംഭരണത്തിൽ ബദൽ മാർഗവുമായി സർക്കാർ. സഹകരണ സംഘങ്ങളെ ഉൾപ്പെടുത്താൻ നീക്കം. ശനിയാഴ്ച പാലക്കാട് പ്രത്യേക യോഗം ചേരാനും മന്ത്രിതല യോഗത്തിൽ ധാരണ. ആരോഗ്യവകുപ്പിൽ ഡോക്ടർമാരുടെ 202 തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭാ തീരുമാനം. തദ്ദേശത്തിൽ 50-50. 3 കോർപ്പറേഷനുകളിൽ മേയർ സ്ഥാനം വനിതകൾക്ക്. സംവരണം കൊച്ചിയിലും തൃശൂരിലും കണ്ണൂരിലും. 7 ജില്ലാ പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് സ്ഥാനം വനിതകൾക്ക്. എറണാകുളത്ത് SC സംവരണം. തലസ്ഥാനത്ത് പദയാത്രയുമായി BJP. നയിക്കാൻ നായകൻ. 2026-ലെ തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ നടൻ വിജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച TVK. തീരുമാനം അണ്ണാ DMKയുടെ സഖ്യശ്രമങ്ങൾ തള്ളിയതിനു പിന്നാലെ മത്സരം TVKയും DMKയും തമ്മിലെന്ന് വിജയ്. അനുഗ്രഹ വർഷമായി അമ്മ. പാരീസിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് ഫെർം ഡ്യൂപ്ലെസിസിലും ഷാർട്രയിലും ഊഷ്മള സ്വീകരണം. അമ്മയെ വരവേറ്റ ആയിരങ്ങൾ. വീരാംഗനകൾക്ക് വിരുന്ന്. ലോകകപ്പ് നേടിയ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് വിരുന്നൊരുക്കി പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ 4ാം T20 നാളെ. മത്സരം ഓസ്ട്രേലിയയിലെ കരാരയിൽ ഉച്ചയ്ക്ക് 1:45 മുതൽ. ദക്ഷിണാഫ്രിക്കൻ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ഋഷഭ് പന്ത് ടീമിൽ. ട്രംപിന് തിരിച്ചടി. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ സൊഹ്റാൻ മംതാനിക്ക് ചരിത്ര വിജയം. ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ. മംതാനിയുടെ വിജയം ആൻഡ്രൂ കുമോയെ തകർത്ത്. വിജയാഹ്ലാദ പ്രസംഗത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ സ്വാതന്ത്ര്യ പുലരിയിലെ വാക്കുകളുമായി മംതാനി. A moment comes but rarely in history when we step out from the old to the new, when an age ends and when the soul of a nation long suppressed finds utterance. പ്രകൃതിയിൽ ആരംഭമിട്ടോര സംസ്കൃത ചിന്തയിൽ. സ്റ്റോറി ഓഫ് ദ ഡേ. മലയാളത്തിൽ മിന്നി മുന്നി. പ്രതിഷേധങ്ങൾ
പലതവണ പല വേദികളിൽ ഉയർത്തി. ഫലം കണ്ടില്ല. SIR-ൽ കേരളം ഇനി നിയമവഴിക്ക്. BJP ഒഴികെ സർവകക്ഷി യോഗത്തിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു കേരളത്തിൽ SIR വേണ്ട. രജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രജിത്ത്, ഇപ്പോൾ നടപ്പാക്കുന്നതിലെ എതിർപ്പുകൾ ഫലം കാണാത്തത് കൊണ്ടല്ലേ സുപ്രീം കോടതിയെ കേരളത്തിന് സമീപിക്കേണ്ടി വരുന്നത്? തീർച്ചയായും രാഷ്ട്രീയ എതിർ പാർട്ടികളൊക്കെയും തന്നെ, അതായത് കോൺഗ്രസും CPM-ഉം നേരത്തെ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. നിയമസഭയിൽ വെച്ച് തന്നെ പ്രതിഷേധം ശക്തമായി തന്നെ അറിയിക്കുകയും ചെയ്തു, ഇരു പാർട്ടികളും ഒന്നിച്ച് നിന്നുകൊണ്ട്. എന്നിട്ടും പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തിയിട്ടും ഒരു തീരുമാനവുമാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് സർവകക്ഷി യോഗം ചേർന്നത്. സർവകക്ഷി യോഗത്തിന്റെ തീരുമാനപ്രകാരം നിയമവഴിയിലേക്ക് പോകാനാണ്, നിയമപരമായി ഇതിനെ നേരിടും, സുപ്രീം കോടതിയിൽ ഇതിനെ ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തിലേക്ക് പോയി. BJP-യിൽ നിന്നും K. സുരേന്ദ്രനാണ് യോഗത്തിൽ പങ്കെടുത്തത്. ശക്തമായ എതിർപ്പാണ് K. സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് 2002-ലെ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പരിഷ്കരണവുമായി മുന്നോട്ട് പോകുന്നതിനെയാണ് പ്രധാനമായും എതിർക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2025-ലടക്കം ഇത്തരത്തിൽ പരിഷ്കരണം കൊണ്ടുവന്നിരുന്നു. ആ പരിഷ്കരണ വോട്ടർ പട്ടികയുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് തങ്ങൾ ഉയർത്തുന്നത്. എന്നാൽ അതിന് തയ്യാറാകാത്തത് പ്രധാനമായും അശാസ്ത്രീയവും ഗൂഢാലോചനയുണ്ട് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ദുരുദ്ദേശപരമാണ് എന്ന കാര്യമാണ് അദ്ദേഹം യോഗത്തിൽ പ്രധാനമായും പറഞ്ഞത്. ആ ദുരുദ്ദേശം മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച ഈ ഒരു കാര്യം പ്രതിപക്ഷവും അംഗീകരിക്കുകയായിരുന്നു. അതിനാൽ തന്നെ പാർട്ടിയാണെങ്കിലും അല്ലെങ്കിൽ സർക്കാരാണെങ്കിലും ഇതിനെ നിയമപരമായി നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന കാര്യവും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ തങ്ങളും അതിൽ കക്ഷി ചേരും എന്ന കാര്യവും പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കി. അങ്ങനെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട് പോയ അതേ മാർഗത്തിൽ തന്നെ നിയമപരമായി നേരിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. തമിഴ്നാട് പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇത് നീട്ടിവെക്കണം, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണം, അതിനുശേഷം നടപ്പാക്കണം എന്ന ആവശ്യമാണ് തമിഴ്നാട് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇത് സംബന്ധിച്ച് നീട്ടിവെക്കണമെന്ന ആവശ്യം യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് തരത്തിലുള്ള നിയമോപദേശം തേടിയിട്ടുണ്ട്. ആ നിയമോപദേശത്തിൽ പ്രധാനമായും എന്തൊക്കെ ആവശ്യങ്ങളാണ് സുപ്രീം കോടതിയിൽ ഉയർത്തേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനമാണ് ഇനി ഉണ്ടാകാനുള്ളത്. എന്തുതന്നെയായാലും ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനവുമായാണ് ഇപ്പോൾ സർവകക്ഷി യോഗം പിരിഞ്ഞിരിക്കുന്നത്. ശരി രജിത്ത്, എന്തായാലും SIR-ൽ കേരളം ഇനി നിയമവഴിക്ക്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും SIR-ഉം ഒരുമിച്ച് നടത്തുമ്പോഴുള്ള ആശയക്കുഴപ്പത്തിൽ വ്യക്തത വരുത്തുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിനായി ജില്ലാ കളക്ടർമാരുടെ അടിയന്തര ഓൺലൈൻ യോഗം ചേർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. തെരഞ്ഞെടുപ്പ് ജോലിയുള്ള ഉദ്യോഗസ്ഥരെ SIR-ൽ നിന്ന് ഒഴിവാക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. മറ്റ് ജീവനക്കാരെ BLO-മാരാക്കാമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്താൻ ജില്ലാ കളക്ടർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ യോഗത്തിൽ നിർദ്ദേശം നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ചുരുളുകൾ കോടതിക്ക് മുന്നിൽ അഴിയുമ്പോൾ പ്രതിസ്ഥാനത്ത് പ്രധാന കണ്ണിയാകുകയാണ് ദേവസ്വം ബോർഡ്. അയ്യപ്പന്റെ വാതിൽപ്പാലി പോലും കടത്തിയോ എന്ന അത്ഭുതം കൂറുകയാണ് ഹൈക്കോടതി. കട്ടെടുത്തത് മുഴുവൻ തിരിച്ചു പിടിക്കണമെന്ന് കോടതി SITക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അയ്യപ്പന്റെ വിഗ്രഹം തന്നെ കടത്തി ഡ്യൂപ്ലിക്കേറ്റ് വച്ചിട്ടുണ്ടോ എന്ന് തുടരന്വേഷണത്തിൽ തെളിയുമായിരിക്കാം. ശബരിമലയിലെ വാതിൽപ്പാളി കടത്തിയ കേസിൽ അത്ഭുതം കൂറിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. വിജയമല്യ സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളിയിലെ സ്വർണം മാത്രമാണോ അതോ ആ വാതിലും കൂടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കടത്തിയോ എന്നാണ് അന്വേഷിക്കേണ്ടതെന്ന് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. അയ്യപ്പസ്വാമിയുടെ വാതിൽപ്പാളികളുടെ ദൈവികമായ മൂല്യം കൂടി ചിന്തിച്ചാണ് കോടതിയുടെ ഉത്തരവ്. ഈ വാതിൽപ്പാളികൾ ആരാധകർക്കായി വീട്ടിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ എന്നാണ് കോടതി അന്വേഷിക്കുന്നത്. അതിന്റെ വിപണി മൂല്യം കോടികൾക്കപ്പുറത്ത് പോവും. ഇക്കാര്യം കൂടി മനസ്സിലാക്കിയാണ് ഹൈക്കോടതി കൃത്യമായ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. വിജയമല്യ സ്വർണം പൊതിഞ്ഞ സ്വർണം മാത്രമല്ല, ആ വാതിൽപ്പാളികൾ കൂടി എവിടെയെന്ന് കണ്ടെത്തണമെന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സങ്കടത്തോടുകൂടി പറയട്ടെ, അയ്യപ്പന്റെ വിഗ്രഹം തന്നെ ഇവർ മാറ്റിവെച്ചിട്ടുണ്ടോ എന്നുള്ളതും ഇപ്പോൾ സംശയാസ്പദമാണ്. ഈ കാര്യം കൂടി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തേണ്ടി വരും. അയ്യപ്പന്റെ യഥാർത്ഥ വിഗ്രഹം അവിടെ ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലേക്കും ഒരുപക്ഷെ ഈ അന്വേഷണം ചെന്നെത്തിയേക്കാം. അഡ്വക്കേറ്റ് രാജേഷ് VR, അമൃത ന്യൂസ്, കൊച്ചി.
ശബരിമലയിലെ പഴയ വാതിലിൽ കേടുപാടുണ്ട് എന്ന് പറഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചതെന്ന് വാതിലിന്റെ ശില്പി ഇളവള്ളി നന്ദൻ. ഡോറിന്റെ പണം തന്നത് അജികുമാർ എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു സ്പോൺസർ എന്നാണ് പറഞ്ഞത്. വാതിലിന്റെ പണി നടന്നത് ബംഗളൂരുവിലാണ്, ചെമ്പിന്റെ പണി ഹൈദരാബാദിലും. പഴയ വാതിലിന്റെ ലോക്ക് പുതിയതിലേക്ക് വച്ചു. പുതിയ വാതിലിൽ പൂശിയത് സ്വർണമാണോ അല്ലയോ എന്നറിയില്ല എന്നാണ് ഇളവള്ളി നന്ദൻ പറയുന്നത്. പഴയ ഡോറ് പുതിയതാക്കി പണിയണം, അതിന് കേടുപാടുണ്ട്, എലി കടക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഏൽപ്പിക്കുന്നത്. അതാദ്യം ഈ കാര്യം പറയണത് ബാംഗ്ലൂർ ജലഹല്ലി അയ്യപ്പ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തി GSN പോറ്റി, അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. ഇങ്ങനെ ശബരിമലയിൽ സ്വർണ്ണവാതിൽ പുതിയതായിട്ട് ഉണ്ടാക്കണം, നന്ദന് ഇൻട്രസ്റ്റ് ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വലിയ അഭിമാനമായിട്ടുള്ള കാര്യമുള്ളൂ, തീർച്ചയായിട്ടും ചെയ്യാമെന്നൊക്കെ തോന്നുന്നു. അപ്പോൾ നിങ്ങളൊരാൾ ബന്ധപ്പെടുന്നു പറഞ്ഞു. എന്തായാലും സ്വർണം കട്ടതിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊഴുക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ N. വാസുവിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത്. സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാളികൾ രേഖകളിൽ ചെമ്പാക്കിയത് വാസു ദേവസ്വം കമ്മീഷണറായിരുന്ന കാലത്താണെന്ന് കണ്ടെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റ് ചെയ്ത എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞപ്പോൾ ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നതിൽ സന്തോഷമെന്നാണ് ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കേസിൽ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല പങ്ക്, ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ നിയമനം വഴി അധികാരത്തിൽ വന്ന നേതാക്കന്മാർക്കും അതിൽ പങ്കുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം നന്നായി അത് അന്വേഷിക്കണം, എല്ലാ കാര്യവും വെളിയിൽ വരണം. അതുകൊണ്ടാണല്ലോ SIT ചുമതലപ്പെടുത്താൻ നമ്മൾ ഗവൺമെൻറ് പറഞ്ഞു, കോടതി അതിനെ അംഗീകരിച്ചു, ഹൈക്കോടതിയുടെ മേൽനോട്ടം നടക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ സർക്കാർ കൊണ്ടുവരുന്ന ഓർഡിനൻസിൽ ഒപ്പിടരുത് എന്ന് ഗവർണറോട് അഭ്യർത്ഥിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള അഴിമതികളും വെട്ടിപ്പുകളും പുറത്തു വന്നിട്ടും ബോർഡിന്റെ കാലാവധി നീട്ടി ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് കൊള്ളയടിച്ചവർക്ക് സംരക്ഷണം നൽകുമെന്ന സന്ദേശം കൂടിയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സന്നിധാനത്ത് പരിശോധന നടത്തി. CIയുടെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘമാണ് കട്ടളപ്പാളിയിലെ സ്വർണം സംബന്ധിച്ച രേഖകളുടെ പരിശോധനയും വിശദമായ തെളിവെടുപ്പും നടത്തിയത്. സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള പഴയ കട്ടളപ്പാളിയും സംഘം പരിശോധിച്ചു. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിൽ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ 2 തവണ സന്നിധാനത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. വിജയിക്കുക മഹാസഖ്യത്തിന്റെ തൊഴിലധിഷ്ഠിത പ്രചരണമോ NDAയുടെ ഭരണനേട്ട പ്രചരണമോ? എന്തായാലും 1-ാം ഘട്ടത്തിൽ ബീഹാർ നാളെ വിധിയെഴുതുകയാണ്. RJDയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവും BJP ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരിയുമൊക്കെ ജനവിധി തേടുന്നവരിലുണ്ട്. 3,70,00,000 വോട്ടർമാരാണ് 1-ാം ഘട്ടത്തിലെ വോട്ടർമാർ. 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങൾ നാളെ വിധിയെഴുതുമ്പോൾ മഹാസഖ്യത്തെ സംബന്ധിച്ച് നിർണായകമാണ് ഈ ഘട്ടം. കഴിഞ്ഞ തവണ ഈ 121 സീറ്റുകളിൽ 60 ഇടത്തും മഹാസഖ്യം വിജയിച്ചതാണ്. എന്നാൽ കാര്യങ്ങൾ ഇത്തവണ അത്ര അനുകൂലമല്ല. പ്രശാന്ത് കിഷോറിന്റെ ജൻസൂരജ് പാർട്ടിയും OYCയുടെ AIMIMഉം പ്രതിപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് NDAയുടെ നീക്കങ്ങൾ അത്രയും. 2020 വോട്ട് ചെയ്തതിൽ 59% സ്ത്രീ വോട്ടർമാരായിരുന്നു. പുരുഷന്മാരെക്കാൾ 5% അധികം സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തി. ബീഹാർ വിരുദ്ധ പരാമർശവും സ്ത്രീ വിരുദ്ധ പരാമർശവുമെല്ലാം BJP തെരഞ്ഞെടുപ്പിൽ പ്രചാരണായുധം ആക്കിയിട്ടുണ്ട്. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും RJD നേതാവുമായ തേജസ്വി യാദവ് മത്സരിക്കുന്ന ഖരഗ്പൂർ, ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാട്ട് ചൗധരിയും വിജയ്കുമാർ സിൻഹയും മത്സരിക്കുന്ന താരാപൂർ, ലക്സരായി എന്നിവയാണ് ശ്രദ്ധേയ പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങൾ. മഹുവ മണ്ഡലത്തിൽ നിന്ന് തേജസ്വിയുടെ സഹോദരൻ തേജ് പ്രതാപും ജനവിധി തേടുന്നുണ്ട്. കൊലപാതക കേസിൽ അറസ്റ്റിലായ JDU നേതാവ് അനന്ത് സിംഗും 1-ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നവരിൽ ഉൾപ്പെടുന്നു. വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോളിംഗ് ബൂത്തുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ റിസർവ് ബറ്റാലിയന് പുറമെ ത്രിപുര സ്റ്റേറ്റ് റൈഫിൾസും സുരക്ഷയ്ക്കായി ബീഹാറിലുണ്ട്. സംഘർഷബാധിത മേഖലയിൽ ഉൾപ്പെടെ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 342 നിരീക്ഷകരാണ് തെരഞ്ഞെടുപ്പ് ചുമതലയ്ക്കായി ബീഹാറിൽ ഉള്ളത്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പോളിംഗ് സമയം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു BJP ഒരു സംസ്ഥാനം തട്ടിയെടുത്ത കഥ. ഹരിയാനയിൽ BJP വാണതും കോൺഗ്രസ് വീണതും തെരഞ്ഞെടുപ്പിലൂടെയല്ല മോഷണത്തിലൂടെയെന്ന സാരാംശമുള്ള കഥ.
കണക്കുകൾ സഹിതമുള്ള വിവരണം ബീഹാർ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ശേഷിക്കെ എന്നതാണ് ശ്രദ്ധേയം. അടുത്തത് ബീഹാറോ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആയുധമോ? കഥയ്ക്ക് പിന്നാലെ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് കോൺഗ്രസ്. രാഹുലിന്റെ സർജിക്കൽ സ്ട്രൈക്ക് പരാജയത്തിന്റെ നിരാശ മൂലമെന്ന വാദമുയർത്തി തള്ളുകയാണ് BJP. ഒരു പരാതിയെങ്കിലും എവിടെയെങ്കിലും ഉന്നയിക്കാമായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നു. ബീഹാർ ഒന്നാം ഘട്ടം വിധിയെഴുതാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി വീണ്ടും രംഗത്തെത്തിയത്. ഹരിയാനയിൽ കോൺഗ്രസ് പരാജയപ്പെടാൻ കാരണം വോട്ട് മോഷണവും ക്രമക്കേടുമാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. 25 ലക്ഷം വോട്ടുകൾ ഹരിയാനയിൽ മോഷ്ടിച്ചു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ബ്രസീലിയൻ നടിയുടെ ഫോട്ടോ ഉപയോഗിച്ച് 22 വോട്ടുകൾ ചെയ്തു. ഒരു ഫോട്ടോ ഉപയോഗിച്ച് തെറ്റായ മേൽവിലാസത്തിലൂടെ 223 വോട്ടുകൾ ചെയ്ത ആളുകൾ വരെ വോട്ടർ പട്ടികയിലുണ്ടെന്ന് രാഹുൽ പറഞ്ഞു. She is a Brazilian model. That's a stock photograph, and she is one of 25 lakh such records in Haryana. This is proof of a centralized operation. I'm going to show you. If you just scan that, that's her official page. She is one of 25 lakh such people. കോൺഗ്രസ് അധികാരത്തിലെത്താതിരിക്കാനാണ് ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടത്തിയതെന്നും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ജനാധിപത്യത്തെ ഇല്ലാതാക്കുകയാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. And this is about how an entire state has been stolen. We suspected, once we did Madhepura, once we did Aland, we suspected that this is not just happening in individual constituencies. It is happening at the state level and at the national level. നിയമ പോരാട്ടത്തെക്കാൾ അപ്പുറം ജനങ്ങളെ ഇക്കാര്യം അറിയിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. സുപ്രീം കോടതി എല്ലാം കാണുന്നുണ്ടെന്നും ഹരിയാനയിൽ നടന്നത് ബീഹാറിൽ ആവർത്തിക്കുമെന്നും രാഹുൽ പറയുന്നു. ബീഹാറിലെ ചില ഗ്രാമങ്ങളിൽ 180-ലധികം വോട്ടുകൾ ഒഴിവാക്കിയതായി ജനങ്ങളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. പരാതി നൽകാനുള്ള അവസരം ഉപയോഗിച്ചില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശവാദം കോൺഗ്രസ് തള്ളി. ബീഹാറിൽ ക്രമക്കേടുണ്ടെന്ന് ഞങ്ങളെല്ലാം നേരത്തെ മുതൽ ഉന്നയിക്കുന്ന കാര്യമാണ്. എന്തായാലും ഈ ജനാധിപത്യ വിരുദ്ധത്തിനെതിരായിട്ട് രാജ്യവ്യാപകമായി ജനങ്ങൾ ഉണരണമെന്നുള്ളതാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നല്ല പ്രചരണമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ട് മാറ്റത്തിന് വേണ്ടി. അതേസമയം രാഹുലിന്റെ ആരോപണങ്ങളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് BJP രംഗത്തെത്തി. പരാജയത്തിന്റെ നിരാശയിൽ നിന്നാണ് രാഹുൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് BJP നേതാക്കൾ കുറ്റപ്പെടുത്തി. ആസൂത്രിതമായ ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നും ഭരണഘടനാ സംവിധാനങ്ങളെ തകർക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു പറഞ്ഞു. दरअसल राहुल गांधी सिर्फ BJP नहीं, हमारा देश का तंत्र है, जो क्रेडिबिलिटी ऑफ द इंस्टीट्यूशंस है, उसको टारगेट कर रहा है. രാഹുൽ ഉദ്ദേശിച്ച ബോംബ് ഹൈഡ്രജൻ അല്ലെങ്കിലും ഹരിയാന ബോംബ് കുറെ ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കലാണ് രാഹുൽ ഗാന്ധിയുടെ ജോലിയെന്ന് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സേനി. കോൺഗ്രസിന് വിഷയദാരിദ്ര്യമാണ്, അതുകൊണ്ടാണ് രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും നുണകൾ പറയുകയും ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. राहुल गांधी ने भी वोट चोरी का जो आरोप लगाया बिहार चुनाव, वहां पर भी इस तरह के जो से देखते हैं जो राहुल गांधी पर बात नहीं. देखिए, इसके ऊपर तो विषय में टिप्पणी नहीं करना चाहूंगा कुछ भी, परंतु देश को गुमराह करने का काम राहुल गांधी कर रहे हैं. कांग्रेस ने देश को लगातार पीछे धकेलने का काम किया है. जब आदरणीय नरेंद्र मोदी जी गरीब की बात करते हैं, വിതച്ച് 120 ദിവസത്തിനുള്ളിൽ നെല്ല് കൊയ്യാനാകും. പക്ഷേ പലപ്പോഴും സംഭരണം കാര്യക്ഷമമല്ലാത്തതിനാൽ അത് നടക്കാറില്ല. എന്തുകൊണ്ട് നെല്ല് സംഭരണത്തിന് ഒരു ശാശ്വത പരിഹാരമുണ്ടാകുന്നില്ല? ഇത്തവണയും അങ്ങനെ തന്നെ. എന്തായാലും ചർച്ചകളൊക്കെ പാളിയതോടെ സഹകരണ സംഘങ്ങളെ വെച്ച് ബദലൊരുക്കാനാണ് സർക്കാരിന്റെ നിലവിലെ തീരുമാനം. മറ്റൊരു നിർണായക മന്ത്രിസഭാ തീരുമാനവും ഇന്നുണ്ടായി. സർക്കാർ ആശുപത്രികളിൽ 202 ഡോക്ടർമാരുടെ തസ്തികകൾ സൃഷ്ടിക്കാനാണ് ധാരണയായത്. സംസ്ഥാനത്ത് വിവിധ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ ഒഴിവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് 202 ഡോക്ടർമാരുടെ ഒഴിവുകൾ കൂടി സൃഷ്ടിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജുകളിലും പുതിയ തസ്തികകൾ സൃഷ്ടിക്കും. ഗുജറാത്തിൽ നടന്ന 36ാമത് ദേശീയ ഗെയിംസിൽ ഫെൻസിംഗ് ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ അവധി രാധിക പ്രകാശിന് 3ഉം, സ്വിമ്മിംഗ് ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ ഷിബിൻ ലാൽ SS-ന് 2ഉം അഡ്വാൻസ് ഇൻക്രിമെന്റ് അനുവദിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. തുടർന്ന് നടന്ന ഉപസമിതിയാണ് നെല്ല് സംഭരണത്തിൽ സഹകരണ വകുപ്പിനെ കൂടി ഉൾപ്പെടുത്തി മുന്നോട്ടു പോകാനുള്ള തീരുമാനമെടുത്തത്. കർഷകരിൽ നിന്ന് സഹകരണ സ്ഥാപനങ്ങൾ നെല്ല് സംഭരിച്ച് അരിയാക്കിയാൽ സപ്ലൈകോ വാങ്ങും. ഇക്കാര്യത്തിൽ ശനിയാഴ്ച പാലക്കാട് മന്ത്രിമാർ യോഗം ചേർന്ന് കൂടുതൽ തീരുമാനങ്ങൾ കൈക്കൊള്ളും.
മന്ത്രിമാരായ MP രാജേഷ്, K കൃഷ്ണൻകുട്ടി, VN വാസവൻ, GR അനിൽ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്നാകും നെല്ല് സംഭരണത്തിൽ സർക്കാർ അന്തിമ തീരുമാനമെടുക്കുക. നിലവിൽ ഇതുവരെ വിവിധ ജില്ലകളിൽ നിന്നായി 120 ലോഡ് നെല്ലുകൾ സംഭരിച്ചു. നിലവിൽ നെല്ല് സംഭരിക്കുന്ന 2 മില്ലുടമകൾ കൂടാതെ 2 പേർ കൂടി സന്നദ്ധത അറിയിച്ച് എത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നെല്ല് സംഭരണം പ്രതിസന്ധിയിലായിട്ടും സർക്കാർ ഇടപെടുന്നില്ല എന്ന നെൽകർഷകരുടെ പരാതി തീരുന്നില്ല. മില്ലുടമകളുമായി മന്ത്രിമാർ നേരിട്ട് ചർച്ച നടത്തിയെങ്കിലും നടപടികൾ ഇഴയുകയാണെന്നാണ് ഇപ്പോഴും അവർ ആരോപിക്കുന്നത്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിനു ശേഷം 2 ദിവസത്തിനകം സംഭരണം തുടങ്ങുമെന്ന സർക്കാർ ഉറപ്പാണ് പാഴായത്. കർഷകരെ ചൂഷണം ചെയ്യാൻ മില്ലുടമകളെ അനുവദിക്കില്ലെന്നും ഭീഷണിക്ക് വഴങ്ങില്ലെന്നുമാണ് സർക്കാർ നിലപാട്. എന്നാൽ കൈകാര്യ ചെലവും നെല്ല് അരി അനുപാതം സംബന്ധിച്ചും വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും അനുകൂല തീരുമാനം വന്നാലേ നെല്ലെടുക്കുവെന്ന നിലപാടിലാണ് മിൽ അസോസിയേഷൻ. അരി നിശ്ചിത അനുപാതത്തിലും കുറവെങ്കിൽ നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. ഇത് അംഗീകരിക്കാനും മില്ലുടമകൾ തയ്യാറായില്ല. 1 ക്വിന്റൽ നെല്ലെടുക്കുമ്പോൾ 68 കിലോ അരി നൽകണമെന്ന കേന്ദ്ര മാനദണ്ഡങ്ങൾ മാറ്റം വരുത്തി 64.5 കിലോയാക്കണമെന്നാണ് മില്ലുടമകളുടെ ആവശ്യം. എന്നാൽ കേന്ദ്ര മാനദണ്ഡത്തിൽ മാറ്റം വരുത്താൻ പരിമിതിയുണ്ടെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. നെല്ലിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ തയ്യാറാകാതെ അരിയുടെ നിലവാരം 3ലേറെ തവണ പരിശോധിക്കുന്നുണ്ട്. കേന്ദ്ര നിയമപ്രകാരം നെല്ലു സംഭരിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയിലാകുമെന്നാണ് മില്ലുടമകൾ പറയുന്നത്. അതേസമയം സപ്ലൈകോ തലത്തിൽ മുന്നോട്ട് വെച്ച 100 കിലോഗ്രാം നെല്ലിന് 66.5 കിലോഗ്രാം അരിയെന്ന അനുപാതം അംഗീകരിക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടും. ഇതിനൊപ്പം നെല്ലു നീക്കത്തിനുള്ള ഗതാഗത നിരക്കും ലഭിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തും. 100 കിലോ നെല്ലിന് ഇത്രയും അരി ലഭിക്കില്ലെന്നാണ് മില്ലുടമകളുടെ വാദമെങ്കിലും നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉറപ്പു നൽകി സംഭരണം പുനഃസ്ഥാപിക്കാനാണ് സർക്കാർ നീക്കം. അമൃത ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവികളിൽ സംവരണ കാര്യത്തിൽ തീരുമാനമായി. കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിൽ വനിതകൾ മേയർമാരാകും. 7 ജില്ലാ പഞ്ചായത്തുകളിൽ വനിതകൾക്കും എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗത്തിനുമാണ് സംവരണം. സംസ്ഥാനത്തെ ആകെ 6 കോർപ്പറേഷനുകളിൽ 3 വനിതകളാണ് അധ്യക്ഷ സ്ഥാനത്തിന് വരിക. കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിലാണ് വനിതകൾ മേയർമാരാകുക. അതേസമയം സംസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്തുകളിൽ 7 വനിതകൾ അധ്യക്ഷ സ്ഥാനം വഹിക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലാ പഞ്ചായത്തുകളിലാകും ഇനി വനിതകൾ അധ്യക്ഷ സ്ഥാനത്ത് വരിക. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പട്ടികജാതി വിഭാഗത്തിനാണ് സംവരണം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ 87 മുനിസിപ്പാലിറ്റികളിൽ 44 അധ്യക്ഷ സ്ഥാനങ്ങൾ വനിതകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. 6 പട്ടികജാതി വിഭാഗത്തിനും 1 പട്ടികവർഗ വിഭാഗത്തിനുമാണ് സംവരണം ചെയ്തിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് കോൺഗ്രസിന് പിന്നാലെ LDF ഭരണസമിതിക്കെതിരെ വികസിത അനന്തപുരി സന്ദേശയാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് BJP-യുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിച്ചേക്കും. നാളെ ചേരുന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം LDF സ്ഥാനാർത്ഥികളുടെ പട്ടികയും തയ്യാറാകും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ BJP പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. മാറാത്തതും മാറുമെന്ന ടാഗ് ലൈനോടെ വികസിത അനന്തപുരി യാത്രയാണ് നടക്കുന്നത്. നേമം നിയോജക മണ്ഡലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ക്യാപ്റ്റനായ പദയാത്രയുടെ ഉദ്ഘാടനം പൂജപ്പുരയിൽ മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ നിർവഹിച്ചു. ഈ യാത്രയോടുകൂടി ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടി നടത്താൻ പോകുന്ന പ്രചാര പ്രവർത്തനങ്ങൾക്ക് തിരശ്ശീല ഉയരുകയാണ്. മുൻ കേന്ദ്രമന്ത്രിയും MLA-യുമായിരുന്ന O രാജഗോപാൽ ജാഥ ക്യാപ്റ്റന് പതാക കൈമാറി. പൂജപ്പുരയിൽ നിന്നും ആരംഭിച്ച പദയാത്ര കാലടിയിൽ സമാപിച്ചു. കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥികളുടെ പട്ടിക നാളെ പ്രഖ്യാപിച്ചേക്കും. അതേസമയം കോർപ്പറേഷനിലെ 101 ഡിവിഷനുകളിലൂടെയും K മുരളീധരൻ ജാഥ ക്യാപ്റ്റനായ കോൺഗ്രസിന്റെ ജനകീയ വിചാരണ യാത്ര തുടരുകയാണ്. കോർപ്പറേഷനിൽ കോൺഗ്രസ് 15 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് കൂടി പ്രഖ്യാപിച്ചു. ഇതോടെ 71 ഡിവിഷനുകളിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളായി. നാളെ നടക്കുന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റിന് ശേഷം LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയും തയ്യാറായേക്കും. കോർപ്പറേഷനിൽ CPI-യുമായുള്ള സീറ്റ് ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട്. മറ്റ് ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഏരിയ സെക്രട്ടറിമാരെ മത്സര രംഗത്തിറക്കുന്നതിൽ സംസ്ഥാന കമ്മിറ്റിയാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
മണിമലയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലെ ഒരു മലയോര കാർഷിക ഗ്രാമമാണ് കോട്ടാങ്ങൽ പഞ്ചായത്ത്. 2020 തെരഞ്ഞെടുപ്പിൽ SDPI പിന്തുണയോടെ LDF അധികാരത്തിലെത്തിയ പഞ്ചായത്ത് എന്ന നിലയിൽ രാഷ്ട്രീയ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പഞ്ചായത്ത് കൂടിയാണ് ഇത്. ഓരോ 5 വർഷം കൂടുമ്പോഴും LDF UDF മുന്നണികൾ മാറിയും തിരിഞ്ഞും കോട്ടാങ്ങൽ പഞ്ചായത്തിൽ ഭരണം കൈയാളിയിട്ടുണ്ട്. എന്നാൽ 2020 13 പഞ്ചായത്തിൽ LDFനും BJPക്കും 5 അംഗങ്ങൾ വീതവും UDFന് 2ഉം SDPIക്ക് 1 സീറ്റുമാണ് ലഭിച്ചത്. തുടർന്ന് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ LDFനെ SDPI പിന്തുണച്ചു. എന്നാൽ പിന്തുണ വേണ്ട എന്ന് പ്രഖ്യാപിച്ച് 2 തവണ രാജിവെച്ചെങ്കിലും 3-ാം തവണ SDPIയുടെ പിന്തുണ LDF സ്വീകരിക്കുകയായിരുന്നു. എടുത്തു പറയത്തക്ക തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എല്ലാ ഘടക സ്ഥാപനങ്ങളും സ്മാർട്ട് ആക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. കൃഷിഭവൻ, അതുപോലെ തന്നെ നമ്മുടെ വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസാണ്. ഹോമിയോ ആശുപത്രിക്ക് പുതിയ കെട്ടിടവും അതോടൊപ്പം തന്നെ 2 അവാർഡുകളും ഹോമിയോ ആശുപത്രിക്ക് ലഭിച്ചു. പിന്നെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് 1.5 കോടി രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ അതിനോട് ചേർന്നുകൊണ്ട് സബ് സെന്ററിന് 55 ലക്ഷം രൂപ അനുവദിച്ചു. ഒരു ആംബുലൻസിന്റെ സേവനം ലഭ്യമാക്കി. നിരവധി റോഡുകൾ BMBC നിലവാരത്തിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജലജീവൻ മിഷൻ വഴി 90% വീടുകളിലും കുടിവെള്ളം എത്തിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചുങ്കപ്പാറ കോട്ടാങ്ങൽ പെടുന്ന പ്രദേശങ്ങളിൽ അവിടെ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുന്നനോലി ടാങ്കിന്റെ പുതിയൊരു ടാങ്ക് നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുത്തു. പഞ്ചായത്തിലെ ഇടതുപക്ഷത്തിന്റെ നിലപാട് നിരവധി തവണ രാഷ്ട്രീയമായി BJP ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തവണയും ഈ വിഷയം തിരഞ്ഞെടുപ്പിന് ആയുധമാക്കും. നിരവധി തവണ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ജനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും രീതിയിൽ നല്ലൊരു ഭരണം അവർക്ക് വേണ്ടി കാഴ്ചവെക്കുവാൻ വേണ്ടിയിട്ടും അവരുടെ ഭീതി അകറ്റുവാൻ വേണ്ടിയിട്ടുമാണ് ഭാരതീയ ജനതാ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വീണ്ടും SDPIയുടെ സഹായത്തോടു കൂടി അവർ ഭരണത്തിലേറുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ കോട്ടാങ്ങൽ പഞ്ചായത്തിലെ 5 വർഷം പുറകോട്ടടിച്ച ഒരു ഭരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 5 വർഷത്തെ വികസനങ്ങൾ വളരെ വല്ലാത്തൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത്. സാധാരണ ജനങ്ങൾക്കുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയും അതുപോലെ അവർക്കുള്ള പൊതുജന സേവനങ്ങൾ പോലും ഈ പഞ്ചായത്തിൽ നിന്നും നൽകുവാനായിട്ട് സാധിച്ചിരുന്നില്ല. ഭരണം പിടിക്കാൻ LDFനെ സഹായിച്ചെങ്കിലും SDPI തൃപ്തരല്ല. ഇത്തവണ 10ഓളം വാർഡുകളിൽ ഇവർ ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട്. കുടിവെള്ളം ഈ പഞ്ചായത്തിലെ പല മേഖലകളിലും കുടിവെള്ളം എത്തിയിട്ടില്ല. റോഡ് പൊളിച്ച് പൈപ്പിട്ട് പോകുന്നതല്ലാതെ വീടുകളിൽ കുടിവെള്ളം എത്താത്ത സാഹചര്യം. മീറ്റർ ഒരു അനക്കം പോലും അനക്കാതെ ബില്ലുകൾ മാസം തോറും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കുട്ടികൾക്ക് കളിക്കാൻ ഒരു കോട്ടാ പഞ്ചായത്തിൽ ഒരു കളിക്കളം ഇല്ല. അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ എത്തി നോക്കാത്തൊരു പഞ്ചായത്താണ് SDPIനെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ തവണ 2 സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നെങ്കിലും ഇത്തവണ ഭൂരിപക്ഷം സീറ്റുകളും പിടിക്കാൻ ഒരുങ്ങുകയാണ് UDF. പഞ്ചായത്തിനെ ഒരു 5 വർഷം പുകയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. CPM നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി വളരെയേറെ പിന്നോട്ടാണ് പോയിരിക്കുന്നത്. ഞങ്ങൾ 2 ഭരണസമിതി അംഗങ്ങളാണുള്ളത്. അത് ഞങ്ങൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയും BJPയും പിന്തുണയ്ക്കാതെ CPM SDPI ആ കൂട്ടുകെട്ടിനെ പിന്തുണയ്ക്കാതെ ഞങ്ങൾ വിട്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഭരണം കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തിൽ കയറും. പഞ്ചായത്ത് ഭരണസമിതി ഭൂരിപക്ഷത്തോടെ കയറും എന്നാണ് ഞങ്ങൾക്ക് വിശ്വാസം. ഇത്തവണയും 2ഉം കൽപ്പിച്ച് 13 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താനാണ് ഓരോ പാർട്ടികളുടെയും നീക്കം. കഴിഞ്ഞ തവണത്തേതുപോലെ ഭരണപ്രതിസന്ധി വരാതെ ഭൂരിപക്ഷം നേടുകയാണ് ലക്ഷ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട. കരൂർ ദുരന്തത്തിന് പിന്നാലെ സ്റ്റാലിനെതിരെ പടയൊരുക്കത്തിന് കോപ്പുകൂട്ടുകയാണ് വിജയ്. TVKയുടെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം വിജയ് ഇന്നൊരു പ്രഖ്യാപനം നടത്തി. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ പോരാട്ടം DMKയും TVKയും തമ്മിലെന്ന്. ഇതോടെ 2026 തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമാകുമെന്ന് ഉറപ്പായി. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള പടയൊരുക്കത്തിലാണ് TVK. കരൂർ ദുരന്തത്തിന് പിന്നാലെ TVK പാർട്ടിയുമായും വിജയുടെ രാഷ്ട്രീയ ഭാവിയുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. അതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ടാണ് TVKയുടെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ദുരന്തത്തിന് ശേഷം TVKയ്ക്ക് തനിച്ച് നിലനിൽപ്പില്ലെന്ന് വരെ നിരീക്ഷണങ്ങൾ വന്നിരുന്നു. പിന്നാലെയാണ് സഖ്യശ്രമങ്ങളെല്ലാം തന്നെ തള്ളിക്കൊണ്ട് TVKയുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ചേർന്ന ജനറൽ ബോഡി യോഗത്തിന്റെ നിർണായക തീരുമാനമുണ്ടായത്. അതിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ ആരോപണവുമായി TVK നേതാവ് വിജയ് രംഗത്തെത്തി. കരൂർ ദുരന്തം രാഷ്ട്രീയവൽക്കരിക്കില്ല എന്നാണ് സ്റ്റാലിൻ പറഞ്ഞതെന്നും എന്നാൽ നിയമസഭയിൽ മുഖ്യമന്ത്രി എന്താണ് പ്രസംഗിച്ചതെന്നും വിജയ് ചോദിച്ചു. തമിഴ്നാട്ടിലെ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്നും വിജയ് കൂട്ടിച്ചേർത്തു. இப்ப நாங்க கேட்டோமே இந்த சில கேள்விகள், இதெல்லாம் நான் கேட்கல, சுப்ரீம் கோர்ட் கேட்டிருக்கு. இதனால என்ன புரிய வருது? இந்த கவர்மெண்ட் நடத்துற அந்த விசாரணை மேல சந்தேகம் ஏற்படுதுன்னா அதுக்கு என்ன அர்த்தம்? உங்க மேல நம்பிக்கை இல்லைன்னு அர்த்தம்.
இதெல்லாம் ஏன் எதுக்காகன்னு முதல்வர் அவர்களுக்கு புரியுதா? കരൂർ ദുരന്തത്തിന് കാരണം സ്റ്റാലിനും DMK-യുമാണെന്നും വിജയ് കുറ്റപ്പെടുത്തി. 2026 മത്സരം DMK-യും TVK-യും തമ്മിൽ മാത്രമാണ്. 100% വിജയമുണ്ടാകുമെന്നും വിജയ് പറഞ്ഞു. ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും വിജയ് കുറ്റപ്പെടുത്തി. തന്റെ പാർട്ടിയുടെ റാലികളിൽ അന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്നും വിജയ് ആരോപിച്ചു. நமக்கு வந்திருக்கிற இந்த இடையூறு வெறும் டெம்பரவரி மட்டும்தான். எல்லாத்தையும் தகர்த்தெறிவோம், மக்களோட கை கோர்த்து நிற்போம், மக்களோட களத்துல போய் நிற்போம். നമ്മ പയനത്തിലെ തടം മാറവേ മാട്ടോ. നിർവാഹക സമിതി രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യ പ്രധാന യോഗമാണിത്. പാർട്ടി ഘടന ദുർബലമാണെന്നും സഖ്യം അനിവാര്യമാണെന്നുമുള്ള വിലയിരുത്തലിനിടയിലാണ് യോഗം ചേർന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.